ഓണായതുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ് എല്ലാവരും കഴിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ സദ്യ കഴിച്ച് ആസ്വദിച്ച് അതിൻ്റെയൊക്കെ ഒരു സുഖം പിടിച്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? സദ്യയിൽ ഒന്ന് മാറ്റി പിടിക്കാം. മലബാർ സ്റ്റൈലിൽ നല്ല അട്ടിപ്പൊളി ദം ബിരിയാണി, അതോടൊപ്പം തലശ്ശേരി ബിരിയാണി. അങ്ങനെ മലബാർ സ്റ്റൈൽ ഫുഡിന് മഹിമ കുറച്ച് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കണ്ണൂരുകാരനായതുകൊണ്ട് എനിക്കിത് ഒന്നുകൂടി എടുത്തു പറയണമെന്നുണ്ട്. കൊച്ചിയിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മലബാർ സ്റ്റൈലിൽ എല്ലാ വിഭവങ്ങളും കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്, നമ്മുടെ ഹംസക്കയുടെ കട. കുറേ അധികം മലബാർ വിഭവങ്ങൾ ഒരുക്കി വിസ്മയം സൃഷ്ടിക്കുന്ന ഹംസക്കയുടെ കടയിൽ രുചികൾ തേടിയാണ് നമ്മുടെ ആദ്യത്തെ റൈഡ്. YS അഭിനന്ദാണ് നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. റെഡിയല്ലേ? നേരെ വിടാം ഹംസക്കയുടെ കടയിലേക്ക്. അപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടർ എന്നുള്ളത് കൊച്ചി പാലാരിവട്ടത്താണ്. മനോഹരമായൊരു വീട്, ഹംസക്കാൻ്റെ വീട്. ഇവിടെ നല്ല ഒന്നാം തരം നെയ്ച്ചോറും പള്ളിക്കറിയും കിട്ടും. മറ്റ് ചില സ്പെഷ്യൽ കൂടിയുണ്ട്. ഒരു നടുമുറ്റമൊക്കെ ഉള്ള വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നല്ലേ നോക്കാം. അപ്പം നെയ്ച്ചോറും പള്ളിക്കറിയുള്ള ഹംസക്കാൻ്റെ കടയാണിത്. അപ്പോൾ ഇവിടെ ഹംസക്ക ഇല്ല, കോഴിക്കോടാണുള്ളത്. പക്ഷേ ഹംസക്കയുടെ കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട്. ഭക്ഷണം വിളമ്പുന്ന ഹംസക്കാൻ്റെ കൂട്ടുകാരനോട് തന്നെ ചോദിച്ചറിയാം നെയ്ച്ചോറും പള്ളിക്കറിയും കൂടാതെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റെസിപ്പീസ്? നമുക്കിവിടെ മെയിനായിട്ട് നെയ്ച്ചോറാണ്, നെയ്ച്ചോറ് പള്ളിക്കറി. നമുക്ക് വരുന്നവർക്കെല്ലാം നെയ്ച്ചോറ് പള്ളിക്കറി മതി. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ കോഴി കാന്താരി വരട്ടിയതുണ്ട്, പെപ്പർ ബീഫ് വരട്ടിയതുണ്ട്, ബീഫ് ഇന്താലും ഉണ്ട്. ഇതെല്ലാമാണ് നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള വിഭവങ്ങൾ. ഫാമിലിയായിട്ട് വന്നാലും കപ്പിൾസായിട്ട് വന്നാലും ഈ യൂത്തൊക്കെ വന്നാലും നമുക്കെല്ലാവർക്കും, അതായത് കുറച്ച് പേര് പുറത്ത് വന്നിരുന്നാൽ അവർക്ക് അവിടെയൊക്കെ ഭയങ്കര വൈബാണ്. നമ്മുടെ പുറത്തും അകത്തും, അതായത് വീട് തന്നെ നമുക്കൊരു പഴയ ഒരു 90s 80s ഒക്കെ പോലെ തന്നെ ഓടിട്ട് അത് തന്നെ നമ്മളിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് ഫുഡ് നമ്മുടെ നല്ലതാണ്, അതുപോലെ തന്നെ ആംബിയൻസ് നല്ലതാണ്. ഈ ഹംസക്കാൻ്റെ കടയെ കൊച്ചിക്കാർക്കിടയിൽ പ്രസിദ്ധമാക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ഒക്കെയാണ്. ഒരു പഴയ വീട്, 50 വർഷക്കാലം പഴക്കമുള്ളൊരു വീട്. ആ വീട്ടിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വാഴയിലയിലാണ് ഈ ഭക്ഷണം വിളമ്പുന്നത്. ഈ വാഴയിൽ ഒരു നേരം ഈ നെയ്ച്ചോറ് കഴിക്കാനായിട്ട് തന്നെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം. നന്നായിട്ടുണ്ട്, നല്ല ഫുഡാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ തേടി വന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പുറത്ത് തന്നെയാണ്, ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ്. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ തേടി പിടിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഹംഗ്രി കോച്ചിൻ്റെ റീല് കണ്ട് അങ്ങനെ വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ വന്നു. സൂപ്പറായിട്ടുണ്ട്, കുഴപ്പമില്ല. ചേട്ടാ എങ്ങനെയുണ്ട് ഭക്ഷണം? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ടല്ലേ?
അപ്പോൾ എന്തായാലും കൊച്ചി യാത്രയ്ക്ക് വരുമ്പോൾ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് നമ്മുടെ ഹംസക്കാൻ്റെ കട. നമുക്കൊരു സങ്കടമുണ്ട്, ഹംസക്കായെ കണ്ടിട്ടില്ല. എന്നേലും ഹംസക്കയെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ മലബാർ വിഭവങ്ങളൊക്കെ അണിനിരത്തിയ ഹംസക്കയ്ക്ക് 1000 നന്ദി. ഒപ്പം തന്നെ എല്ലാവരും ഇവിടെ വരിക, ഭക്ഷണം കഴിക്കുക, ആസ്വദിക്കുക, മടങ്ങുക. ഞങ്ങളിത് കഴിച്ചിട്ട് ഞങ്ങളും മടങ്ങും. കൊച്ചിയിൽ നിന്നും വിഷ്ണുചന്ദ്രനും നന്ദകിഷോറിനുമൊപ്പം YS അഭിനന്ദ്, 24. അയ്യോ പറയാതെ വയ്യ, ഹംസാസ് ഫുഡിൽ ഞാനും പോയിട്ടുണ്ട് 1-2 തവണ, 2-3 തവണ പോയിട്ടുണ്ട്. ഗംഭീരമാണ് അവിടുത്തെ ബീഫ് പള്ളിക്കറി, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം അഭിനന്ദ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആവുന്ന കടയാണത്. നമ്മുടെ പൈപ്പ് ലൈൻ റോഡിലാണ്, പലരവട്ടം പൈപ്പ് ലൈൻ റോഡിലാണ് ആ കടയുള്ളത്.